തിരുവനന്തപുരം വെള്ളായണിയിൽ ഡേക്കറിൽ നിന്നിറങ്ങിയ 2 വയസ്സുകാരൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നുപോയൊരു സംഭവമാണ്. ആ കേസിൽ നേമം പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നേമം പോലീസ് കേസെടുത്തത്. ഈ മാസം 12-നായിരുന്നു സംഭവം. വിജനമായ റോഡിലൂടെ 1.5 കിലോമീറ്റർ ദൂരം ഒറ്റയ്ക്ക് നടന്നാണ് കുട്ടി വീട്ടിലെത്തിയത്. 4 സ്റ്റാഫ് ഉണ്ടായിരുന്ന ഡേക്കറിൽ 3 പേരും പുറത്തുപോയ സമയത്താണ് കുട്ടി വീട്ടിലേക്ക് നടന്നത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടിക്ക് ഒരു അപകടവും സംഭവിക്കാതിരുന്നത്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ആ കുഞ്ഞ് അതിവേഗത്തിൽ ഓടിപ്പോകുന്ന കാഴ്ച. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഈ ഡേക്കറിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ടോം, അത്യന്തം ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ ഡേ കെയറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവിടെ 3 ടീച്ചർമാരും ഒരു ആയയുമാണ് ഉള്ളത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ഡേ കെയറിൽ നിന്ന് 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ് 1.5 കിലോമീറ്ററോളം നടന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തുകയാണ്. വിജനമായ വഴികളിലൂടെയാണ് ഈ കുട്ടി അവിടേക്ക് പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ അധികം വീടുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും ഉള്ളതല്ല. റോഡ് വഴി തന്നെയാണ് പോകുന്നത്. കുട്ടിയെ സ്ഥിരമായി കൊണ്ടുവരുന്ന വഴിയിലൂടെ കുട്ടി തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അത്യന്തം ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കാരണം നമ്മൾ ഈ അടുത്തിടെ ചർച്ച ചെയ്ത വിഷയമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഞെട്ടിച്ച സംഭവമാണ് അബിഗേൽ സാറയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. അത് കേരളത്തിലുണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല. അതിനു മുമ്പ് നമ്മൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ പിന്നീടുള്ള വാർത്തകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദേവനന്ദയുടെ തിരോധാനവും പിന്നീട് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായ നിലയിൽ പിന്നീട് കണ്ടെത്തിയ സംഭവവും. ഇതെല്ലാം തന്നെ മലയാളിയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഗുരുതരമായ സംഭവം. ഈ നേമം കല്ലിയൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ സുധീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിത്ത്. ഈ അങ്കിത്തിന് 2.5 വയസ്സാണ്. ഡേ കെയറിൽ 30ഓളം കുട്ടികളുണ്ട്. ഈ ഉച്ച സമയത്താണ്, 1 മണിക്കാണ് കുഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. ഈ 3 ടീച്ചർമാരുണ്ടായിരുന്ന 3 ടീച്ചർമാരും തൊട്ടടുത്തൊരു കല്യാണത്തിന് പോയി എന്ന വിവരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ടീച്ചർമാരെല്ലാം ചേർന്ന് ഒരു കല്യാണത്തിന് പോകുന്നു. ആയ മാത്രമാണ് ഡേ കെയറിൽ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ഗേറ്റ് പൂട്ടിയിരുന്നില്ല. കുഞ്ഞ് പുറത്തേക്ക് പോയത് അറിഞ്ഞില്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഈ ആയ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. കുഞ്ഞ് പുറത്തേക്ക് പോവുകയും ഏതാണ്ട് 2 മണിയോടുകൂടിയാണ്, ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. 2 മണിയോടുകൂടിയാണ് കുഞ്ഞ് വീട്ടിലെത്തുന്നത്. ഇതിനിടയിൽ മറ്റ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയോ കുഞ്ഞിനെ ആരെങ്കിലും നിർത്തി ചോദിക്കുകയോ വിവരങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കുഞ്ഞ് നേരെ നടന്ന് കുഞ്ഞിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ വീട്ടുകാരും ഞെട്ടി. കാരണം ഇത്രയും ദൂരം കുഞ്ഞ് ഒറ്റയ്ക്ക് വന്നിട്ടും ഈ ഡേ കെയറിലെ ആരും അറിഞ്ഞില്ല, ജീവനക്കാരോ ടീച്ചർമാരോ ഒന്നും അറിഞ്ഞില്ല എന്ന സംഭവം. വീട്ടുകാർ പിന്നീട് ഈ ഡേ കെയറിലേക്ക് വിളിക്കുമ്പോഴാണ് അവർ അറിയുന്നത് ഒരു കുഞ്ഞിനെ കാണാനില്ല എന്ന സംഭവം. ഇത്രയും സമയമായിട്ടും ആ കുഞ്ഞ് അവിടെ ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ വീട്ടുകാർ വിളിക്കുന്നവരെയും ഈ കുഞ്ഞ് അവിടെ നിന്നും പോയ വിവരം ഡേ കെയർ അധികൃതർ അറിഞ്ഞില്ല എന്ന് തന്നെയാണല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവം, ഈ കൊല്ലത്ത് ഈ സമീപകാലത്താണ് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായും സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ ഡേ കെയറിന്റെ അധികൃതരൊക്കെ വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലത്ത് ഈ രീതിയിൽ ഒരു അനാസ്ഥ, ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടാകുന്നു. ഈ പോലീസിനെ സമീപിച്ചത്, പോലീസിൽ പരാതി നൽകിയത് ഈ കുടുംബം തന്നെയാണോ, അതോ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നോ? ഇതിൽ ബാലാവകാശ കമ്മീഷനും ചൈൽഡ് പ്രൊട്ടക്ഷന്റെ അധികൃതരുമൊക്കെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവർക്ക് ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചിട്ടുണ്ട്. നിയമം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഡേ കെയറിലുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അത്യന്തം ഗുരുതരമായ, അല്ലെങ്കിൽ ഇത്രയും ഒരു ജാഗ്രതയില്ലാത്ത പ്രവർത്തനം ഈ ഡേ കെയറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം, തട്ടിക്കൊണ്ടുപോയി വിലപേശുന്ന, മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സംഭവം, അതിലെ പ്രതികൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. കേരളം ഞെട്ടിയ ഒരു കാര്യമാണ്. അതിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ഇങ്ങനെ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇപ്പോഴും അത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് നമുക്കത് പറയാനാണ്. ദേവനന്ദയുടെ തിരോധാനം, ആ കുഞ്ഞിന് വേണ്ടി 2 ദിവസത്തോളം അവിടെ തിരയുകയായിരുന്നു. നാട് മുഴുവൻ തിരഞ്ഞ ശേഷമാണ് പിന്നീട് ഇത്തിക്കര ആറ്റിൽ നിന്ന് ശരീരം കണ്ടെത്തുന്നത്. അത്തരം സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ
പിടിച്ചുലച്ച കാര്യങ്ങളാണ്, ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ഓരോ വീട്ടിലെയും രക്ഷിതാക്കൾ പലപ്പോഴും ഭയപ്പാടോടുകൂടിയും ആശങ്കയോടും കൂടിയാണ് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുന്നതും മറ്റും. കാരണം അരക്ഷിത ബോധം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയോ ഒക്കെയും കുഞ്ഞുങ്ങളോടൊപ്പം ഈ വിദ്യാലയങ്ങളിലേക്കോ നഴ്സറികളിലേക്കോ പോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇവിടുത്തെ പ്രശ്നം ഏതാണ്ട് 2.5 വയസ്സുള്ളൊരു കുഞ്ഞ് 1.5 കിലോമീറ്ററോളം ഒറ്റയ്ക്ക് നടന്ന് ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇതിനിടയിൽ ആരെങ്കിലും കാണുകയോ അവർ ഈ കുഞ്ഞിനോട് വിവരങ്ങൾ ചോദിക്കുകയോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതായത് ഈ കുഞ്ഞ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ 2.5 വയസ്സുള്ള കുഞ്ഞ് സ്ഥിരം സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് വീട്ടിലെത്തി എന്നതാണ്. അപ്പോഴും ആ ഡേ കെയറിലെ ആളുകൾ ഇത് അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഞെട്ടലുണ്ടാക്കുന്ന സംഭവം. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ അതൊരു ആശ്വാസകരമായ കാര്യം, ആ കുഞ്ഞിനൊരു അപകടവും സംഭവിച്ചില്ല എന്നത് തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള വീഴ്ചകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ഡേ കെയറിനെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.